everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ മുട്ട റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ അതേ രുചിയുള്ള മുട്ട റോസ്റ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ 3 കോഴിമുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. 3 സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു തക്കാളി, 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിന, പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയും ലാസ്റ്റ് ആണ് മിക്കപ്പോഴും ഇടാറുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ആദ്യമേ തന്നെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വേപ്പിലയുടെ കൂടെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ മല്ലിയിലയുടെയൊക്കെ നല്ലൊരു മണം തന്നെ വരുന്നുണ്ട്. ഈ സവാളയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഈ സമയത്ത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളം അധികം ഒഴിക്കുന്നില്ല, റോസ്റ്റ് പാകത്തിനെടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാതെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഞാൻ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. ഇതൊന്നൊരു കത്തി കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാല ശരിക്ക് അതിൽ മസാല പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ പാകത്തിന് ആയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം.
നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.